കുന്നപ്പള്ളി അതിന് മുമ്പ് പെരുമ്പാവൂർ വലിയ സുപരിചിതരൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് അദ്ദേഹം വരുന്നു. അതിന് മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. എന്ന ഒരു അധിക യോഗ്യത അദ്ദേഹത്തിനുണ്ട്. ചെറുപ്പക്കാരനാണ്, ആൾ സുമുഖനാണ്, വലിയ വാഗ്മിതയൊന്നുമില്ല. പക്ഷേ രസകരമായിട്ട് സംസാരിക്കും. കേൾക്കുന്നവർക്ക് ഒരു ഇമ്പം തോന്നും. ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കൊരു ഇഷ്ടം തോന്നും. അങ്ങനത്തെ ഒരാളാണ്. കഷ്ടകാലം കൊണ്ട് സാജു പോൾ തോൽക്കുകയും, പെരുമ്പാവൂർക്കാരുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ സാജു പോൾ തോൽക്കുകയും എൽദോസ് ജയിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ സാജു പോളിൻ്റെ കഴിവോ മറ്റ് ക്വാളിറ്റീസ് ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ട് ഒന്നും ഉള്ള ആളല്ല എൽദോസ്. പക്ഷേ എൽദോസിന് ആളുകൾക്ക് ഇഷ്ടമാണ്, അത്രമാത്രമേ ഉള്ളൂ. എൽദോസ് കുന്നപ്പള്ളി 5 കൊല്ലം തികച്ചു. അതിനിടയ്ക്ക് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ വീണ്ടും മത്സരിക്കുന്നു. അപ്പോൾ 2020 ഒരു സ്ഥാനാർത്ഥി എതിര് വരുന്നു. ആ സ്ഥാനാർത്ഥി കണ്ടവർ വോട്ട് ഭിന്നിപ്പിച്ച് എൽദോസ് തോറ്റുപോകും എന്നൊരു ധാരണ, ഒരു നിലവരം ഉണ്ടായി. പക്ഷേ എൽദോസിന് വേറെ സൗകര്യം കിട്ടി. എന്താ വെച്ചാൽ ഈ സീറ്റ് CPM-ൽ നിന്നെടുത്ത് മാണി ഗ്രൂപ്പിന് കൊടുത്തു.